ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി. ഓഗസ്റ്റ് മാസം 5-ാം തീയതിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ അമ്മയുടെ മക്കളെ ഏതൊക്കെ വിധത്തിൽ സംരക്ഷിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇന്ന് മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും സുപ്രസിദ്ധമായ പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ പെരുന്നാൾ. ഇത് കർക്കിടക മാസത്തിലെ കനത്ത മഴയുടെ അവസാന ഘട്ടത്തിലാണ് തുടങ്ങുക. അതായത് ജൂലൈ 30-ാം തീയതി കൊടി കയറി ഓഗസ്റ്റ് 5-ാം തീയതി ഈ ആഘോഷങ്ങൾ അവസാനിക്കുന്നു. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ തിരുനാളിന് ആയിരങ്ങളാണ് തടിച്ചു കൂടുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഒരു സംഭവ കഥയുണ്ട്. അതിനോടൊപ്പം പരിശുദ്ധ അമ്മ തൻ്റെ മകനോട് പറഞ്ഞ് ആ പ്രദേശത്തെയും അമ്മയോട് യാചിക്കുന്ന ഓരോ മക്കളെയും സംരക്ഷിക്കുന്ന അത്ഭുതകരമായ ചരിത്ര സത്യങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് മഞ്ഞുമാതാവ് ഇത്രമാത്രം പ്രസിദ്ധമാകുന്നത്. മഞ്ഞുമാതാവിൻ്റെ നാമത്തിലുള്ള ആദ്യത്തെ ദേവാലയം സ്ഥാപിച്ചത് മാർപ്പാപ്പന്മാരുടെ ആസ്ഥാനമായ റോമ നഗരത്തിലാണ്. 7 കുന്നുകളിലാണ് ഈ റോമ നഗരം പടുത്തുയർത്തിയിരിക്കുന്നത്. ഇവിടെ മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. ക്രിസ്തു വർഷം 352 ലിബേരിയസ് എന്ന മാർപ്പാപ്പയുടെ ഭരണകാലത്ത് റോമിൽ ജോൺ എന്നൊരു പ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിൽ അവർ ദുഃഖിച്ച് അവരെല്ലാം ദിവ്യജനനിയിൽ അർപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഗസ്റ്റ് മാസം 5-ാം തീയതി സ്വപ്നത്തിൽ ഇരുവർക്കും കന്യകമാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ പ്രാർത്ഥനകൾ നിറവേറും എന്നറിയിച്ചു. അവരുടെ സകല സ്വത്തുക്കളും ഒരു ദത്തുപുത്രി എന്നോണം അവർ മാതാവിന് സമർപ്പിക്കുകയും ചെയ്തു. ദിവ്യജനനി അവരുടെ സ്വത്ത് മുഴുവനും ഉപയോഗിച്ച് റോമിലെ എസ്കുലിൻ കുന്നിൽ ഒരു പള്ളി പണിയുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, സ്വപ്നത്തിൽ ഒരേ കാര്യം തന്നെയാണ് ദർശിച്ചത്. അതിലവർക്ക് വലിയ അത്ഭുതം തോന്നി. അങ്ങനെ അവർ പിറ്റേ ദിവസം മാർപ്പാപ്പയെ സന്ദർശിച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന്, രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടു എന്ന് വിവരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഇതേ സ്വപ്നം തന്നെ മാർപ്പാപ്പയും കണ്ടു. വൈദിക ഗണങ്ങളോടൊത്ത് എസ്കുലിൻ കുന്നിലെത്തിയ മാർപ്പാപ്പയെയും ജോൺ ദമ്പതിമാരെയും മറ്റൊരു അത്ഭുതം കൂടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ 3 പേരും സ്വപ്നത്തിൽ ദർശിച്ച അതേ വിധത്തിലുള്ള ഒരു ഭൂവിഭാഗം ആ മലയിൽ അവർക്ക് കാണപ്പെട്ടു. റോമിലെ അത്യുഷ്ണകാലമായ ഓഗസ്റ്റ് മാസത്തിൽ മഞ്ഞിനാൽ മൂടപ്പെടുന്ന ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടാകാറില്ല. പക്ഷേ അവിടെ മുഴുവൻ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താമസിയാതെ ഒരു വലിയ ദേവാലയം അവിടെ ഈ ദമ്പതികൾ നിർമ്മിച്ചു. നമ്മൾ മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്ന് വിളിക്കുന്ന ഈ ദേവാലയം സാന്താ മരിയ മജോരെ, സെൻറ്റ് മേരി മേജർ എന്ന നാമധേയത്തിലാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. പിന്നീട് കുറേ ശില്പവേലകളൊക്കെ ആ പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ മഞ്ഞുമാതാവിന് 2 പള്ളികളേ ഉള്ളൂ. ഒന്ന് പള്ളിപ്പുറത്തും മറ്റൊന്ന് തൂത്തുക്കുടിയിലേതുമാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരാണ് മാതാവിൻ്റെ നാമധേയത്തിൽ ഒരു പള്ളിപ്പുറത്ത് സ്ഥാപിച്ചത്. ഇപ്പോഴുള്ള പള്ളി പരിഷ്കരിക്കപ്പെട്ട പുതിയ പള്ളിയാണ്. ഈ ജോൺ ദമ്പതികൾക്കും മാർപ്പാപ്പയ്ക്കും സ്വപ്നത്തിൽ ദിവ്യജനനി പ്രത്യക്ഷപ്പെട്ട ആഗസ്റ്റ് 5-ാം തീയതി ആണ്ടോടാണ്ട് ഇവിടെ പെരുന്നാൾ ആഘോഷിച്ചു വരികയാണ്. ഈ ദമ്പതിമാർക്ക് മാതാവ് യൂറോപ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ദിവസമാണ് മഞ്ഞുമാതാവിൻ്റെ തിരുനാളായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. മഞ്ഞുമാതാവിൻ്റെ പെരുന്നാൾ ആസന്നമാകുന്നതോടെ
പ്രഭാതങ്ങളിൽ വൈപ്പിൻകര മുഴുവനും മഞ്ഞിനാൽ ആവരണം ചെയ്യപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. മൈസൂർ പട 18-ാം നൂറ്റാണ്ടിൽ പള്ളിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവമാതാവിൻ്റെ അതിശയത്താൽ പള്ളിയും പരിസരങ്ങളും മഞ്ഞുകൊണ്ട് മറയപ്പെട്ടു എന്നാണ് പറയുന്നത്. പട്ടാളത്തിന് ഒന്നും കാണാൻ കഴിയാതെ പട്ടാളം വഴിമാറി പോവുകയും ചെയ്തു. അന്നു മുതലാണത്രേ ഈ പള്ളിപ്പുറം പള്ളി മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇവിടുത്തെ പെരുന്നാൾ ഒരു സ്പെഷ്യൽ പെരുന്നാളാണ്. കുറേ ദൂരെ നിന്ന് തന്നെ കച്ചവടക്കാർ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാകും. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി 8-ാമിടം വരെ വലിയ ആഘോഷമാണ് അവിടെ. അപ്പോൾ ഈ പെരുന്നാൾ കച്ചവടക്കാർക്കൊക്കെ അതൊരു ഉപജീവന മാർഗം കൂടിയാണ്. അതുപോലെ ഇവിടുത്തെ ആഘോഷങ്ങളുടെ പേരുകൾക്ക് തന്നെ കുറേ വ്യത്യാസമുണ്ട്. കർമ്മല മാതാവിൻ്റെ കൊമ്പ്രിയ പെരുന്നാൾ, പിന്നെ തിരുനാമത്തിൻ്റെ കൊമ്പ്രിയ, സെൻറ്റ് റോക്കീസ് ദർശനം, ഇങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പള്ളിപ്പുറം പള്ളിയുടെ അൾത്താരയുടെ മേൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദൈവമാതാവിൻ്റെ ചിത്രം പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. അത് സൂക്ഷിച്ചു നോക്കിയാൽ ലൂക്കാ സുവിശേഷകൻ വരച്ച ഐക്കണോട് സാമ്യമുള്ളതാണിത്. ഇവിടെ ഇരിക്കുന്ന അൾത്താരയുടെ മേലിരിക്കുന്ന ഈ ചിത്രം മാതാവ് ദിവ്യ ഉണ്ണിയെ കൈകളിൽ ഏന്തിയിരിക്കുന്നു. മാതാവിൻ്റെ ഇരുവശത്തായിട്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും നിൽക്കുന്നതാണ് ഈ ചിത്രം. ഈ ദേവാലയത്തിലും ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള കപ്പേളയിലും ഇതേപോലെയുള്ളൊരു ചിത്രം വെച്ചിട്ടുണ്ട്. ഈ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചേക്കുന്ന ചിത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ഇത് മാതാവിൻ്റെ മുഖം വരയ്ക്കാൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് ആലോചിച്ച് ചിത്രകാരൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു അത്രേ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഫ്രെയിമൊക്കെ തയ്യാറാക്കി ക്യാൻവാസ് അതിൽ ഉറപ്പിച്ച ശേഷം ചിത്രകാരൻ അന്നത്തെ ദിവസം ഉറങ്ങാൻ പോയി. നാളെ വരയ്ക്കാം എന്ന് വിചാരിച്ച് രാവിലെ ഉണർന്നപ്പോൾ ചിത്രകാരൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ക്യാൻവാസിൽ മാതാവിൻ്റെ ചിത്രം ആരോ വരച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ തൊട്ടു നോക്കിയപ്പോൾ ചായം ഉണങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിരൽപ്പാട് പതിഞ്ഞു. ഇങ്ങനെയാണ് ഈ വിരൽപ്പാടോട് കൂടിയാണ് ചിത്രം പള്ളിപ്പുറത്തെത്തിയത്. പിന്നെ 5 തെങ്ങിൽ വന്നുള്ള ഏതോ ഒരു ചിത്രകലാ വിദഗ്ധനാണ് ഇത് മാറ്റിയത്, ഈ അഭംഗി മാറ്റിയത്. അപ്പോൾ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചിത്രം അത്ഭുത ചിത്രമാണ് എന്ന് ചുരുക്കം. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ആറ്റിലൂടെ ഒഴുകി വന്ന മാതാവിൻ്റെ ചിത്രമാണത്രേ പള്ളിക്ക് മുമ്പിലത്തെ കപ്പേളയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 1974 സെപ്റ്റംബർ മാസത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായി എന്ന്. അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ മീൻ പിടിക്കാൻ പോയ ലേഡി ഓഫ് സ്നോ എന്ന യന്ത്രവൽകൃത ബോട്ട് കടലിൽ അപ്രത്യക്ഷമായി. 18 ദിവസം അനന്തമായ ആകാശത്തിനും അഗാധമായ കടലിനും നടുവിൽ ഒരു തുള്ളി ദാഹജലമോ ഒരു കഷണം അപ്പമോ ലഭിക്കാതെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ബോട്ടിൽ അതിലെ തൊഴിലാളികൾ ജീവന് വേണ്ടി നടത്തിയ പോരാട്ടം അതിദയനീയവും എന്നാൽ രോമാഞ്ചം കൊള്ളിക്കുന്നതുമായിരുന്നു. അവിടെ പെട്ടെന്ന് ബോട്ട് പാറക്കെട്ടിലിടിക്കാൻ പോയി. അതിൽ 5 തൊഴിലാളികളും രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് മഞ്ഞുമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പകല് പോലെ യാഥാർത്ഥ്യമാണത്രേ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ മഞ്ഞുമാതാവിൻ്റെ ഒരു വലിയ ഭക്തയാണ്. എപ്പോഴും മഞ്ഞുമാതാവിനോട് മഞ്ഞിറക്കി സംരക്ഷിക്കണമേ എന്ന് പറയും. ഈ വർഷം ഞങ്ങളുടെ അവിടെ ഡാം തുറക്കുന്നു, വെള്ളം വരും, വെള്ളപ്പൊക്കത്തിന് റെഡിയായിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ പറഞ്ഞു, ഈ ദേശത്തിൻ്റെ പാപത്തിന് പരിഹാരമായി 9 ദിവസം സഹനമേറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്ന്. അങ്ങനെ 9 ദിവസം ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ പിന്നീടുണ്ടായ പ്രതിഭാസം മഴ പെയ്യുന്നു എങ്കിലും ഇടയിൽ ഒരു വെയിൽ വരും. അങ്ങനെ
രക്ഷപ്പെട്ടു നിൽക്കുകയാണിപ്പോൾ. മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ആഘോഷം അവിടെ തുടങ്ങുമ്പോൾ ഞാനും ഇവിടെ മൊബൈലിൽ ആ കുർബാന കാണുകയും പ്രാർത്ഥനകളൊക്കെ നൊവേനയൊക്കെ ചൊല്ലാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ദിവസം ഈ നൊവേന തുടങ്ങിയ ദിവസങ്ങളിൽ ഒരു ദിവസം പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, മാതാവേ, നീ മഞ്ഞിറക്കി അവരെ രക്ഷിച്ചില്ലേ ടിപ്പുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന്, അപ്പോൾ ഞങ്ങളെയും ഇതുപോലെ ഞങ്ങളുടെ ദേശത്തെയും മഞ്ഞിറക്കി വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാൻ അന്ന് രാവിലെ പള്ളിയിൽ പോകാനായിട്ട് വണ്ടിയിൽ കയറുമ്പോൾ അവിടെ മുഴുവൻ ഞങ്ങളുടെ വീടും ആ ദേശം മുഴുവൻ മഞ്ഞിറങ്ങി നിൽക്കുകയാണ്. ഇവിടെ മഞ്ഞിറങ്ങുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. ഏകദേശം വാഗമണ്ണിലെ പോലെയൊക്കെ ഇവിടെ മഞ്ഞിറങ്ങി കോട മഞ്ഞ് വരാറുണ്ട്. എങ്കിലും ഈ ദിവസങ്ങളിൽ അങ്ങനെ മഞ്ഞുണ്ടായിരുന്നില്ല. പക്ഷേ മഞ്ഞുമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച പിറ്റേ ദിവസം മഞ്ഞിറക്കി മാതാവ് ഈ പ്രാർത്ഥനയുടെ ഫലം കാണിച്ചു തന്നു. ഓരോ സമയത്തും പൈശാചിക ശക്തികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അമ്മ മാതാവിനോട് മഞ്ഞിറക്കി സംരക്ഷിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കും കാണാം മഞ്ഞമ്മയുടെ അത്ഭുതങ്ങൾ. നമുക്ക് മഞ്ഞുമാതാവിനോട് മധ്യസ്ഥം ചോദിക്കാം, സംരക്ഷണം ചോദിക്കാം. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോട് ഞങ്ങളുടെ കാര്യം പറയണമേ, ഞങ്ങളെയും മഞ്ഞിറക്കി സകല ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.